നിനക്ക് സമയമില്ലല്ലോ. ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആയുസ് അഭിനയിക്കല്ലേ പൊന്നുമോര്. പരസ്പരം മനസ്സിലാക്കി ജീവിക്കടാ, സ്നേഹത്തോടെ ജീവിക്ക ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ചില ചെറുപ്പക്കാർക്ക് വീട്ടിലേക്ക് പോകാൻ മടിയോ. പാതിരാത്രി 10 മണിയായാലും റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയോ, പോകാമല്ലാത്ത പേടിയോ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെങ്ങാണം ഫോണിൽ വിളിച്ചാ പടച്ചവര് അവന്റെ സമാധാനം പോകുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവേ, അല്ലാഹുവേ, നിനക്കെന്തേ സന്തോഷമുള്ള ജീവിതം കിട്ടാത്തത്? നിനക്കെന്തേ സമാധാനം കിട്ടാത്തത്? ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ, എന്ത് ചെയ്താലും കുറ്റപാട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ രക്തം വിയർപ്പാക്കി ജോലി ചെയ്ത് വേദനിക്കുന്ന ശരീരത്തോടെ അല്ലാഹുവേ വിയർപ്പൊലിപ്പിച്ചുകൊണ്ട് വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് കളിയാക്കുന്ന ഭാര്യമാരുണ്ട്, കുത്തുവാക്ക് പറയുന്ന പെണ്ണുങ്ങളുണ്ട്, പരിഹസിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവൾ എന്ത് ചെയ്താലും കുറ്റമാണ്. ഭക്ഷണം വച്ചാലും മക്കളെ നോക്കിയാലും വീട് നോക്കിയാലും എന്ത് ചെയ്താലും പരാതി പറയുന്ന പെണ്ണ്. ചില പെണ്ണുങ്ങളുണ്ട്, ചില ഭാര്യമാരുണ്ട്, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്, നിങ്ങളാണ് എന്റെ ഭാവി തുളച്ചത്. എങ്ങനെ കഴിയുന്ന പെണ്ണ്? നിനക്കൊരു ജന്മം നൽകിയ, നിനക്കൊരു ജീവിതം നൽകിയ, നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഈ പാവപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളാണ് എന്റെ ഭാവി തുലച്ചതെന്ന് പറയാ എങ്ങനെ കഴിയുന്ന പെങ്ങള്? ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാറ്, ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാ പരാതികൾ മാത്രം പറയാറ് എങ്ങനെ കഴിയുന്നു പെങ്ങള്? പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? നിനക്ക് നിന്റെ വിലയറിയില്ല. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിനക്കറിയില്ല. നിനക്ക് നിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് ഭർത്താവിനെ വേദനിപ്പിക്കുന്നത്, ഭർത്താവിനെ കുറ്റം പറയുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ വില എന്തെന്നറിയുമോ? നിന്റെ മഹത്വം എന്തെന്നറിയുമോ? നിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ കഷ്ടപ്പെടുന്നതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോള് പാവപ്പെട്ടവനായ അലിയാരി തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാ. വിവാഹം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ കാണാൻ പോവുകയാ. തന്റെ കരളിന്റെ കച്ചമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുകയാണ്. വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സലാം അടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഗോതമ്പ് പൊടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോളെ ഫാത്തിമ, സുഖമാണോ ഫാത്തിമ? സന്തോഷമാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്നിരുന്ന് കരയുകയാണ്. തന്റെ പൊന്നുമോളിരുന്ന് കരയുകയാണ്. പ്രവാചകൻ ചോദിച്ചു, മോളെ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ രണ്ട് കൈയും ഇങ്ങനെ നീട്ടിക്കാണിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് രണ്ട് കൈയും ഇങ്ങനെ നീട്ടിക്കാണിച്ചിട്ട് അവിടുന്ന് പറയുന്നു, വാപ്പോ, ഈ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈപട്ടിയിട്ട് രക്തം വരുന്നു വാപ്പോ. അല്ലാഹുവേ, ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കൈപൊട്ടിയിട്ട് രക്തമൊലിപ്പിച്ചുകൊണ്ട് തന്റെ പൊന്നാര മകളെ വാപ്പയോട് അല്ലാഹുവേ കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, ഇത് നിനക്കുള്ളതാ മോള്. പെമ്മക്കളെ കെട്ടിച്ചു വിടുമ്പോ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടിയുണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വരുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, കുത്തുവാക്കും പരിഹാസവും പറയുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്
നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യയ്ക്ക്, വീട്ടിൽ ജോലി ചെയ്ത പരാതി പറയുന്ന ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചരിത്രമോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കയ്യിലെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോള് അവിടെന്ന് വിളിച്ചുണർത്തുകയാണ്. അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ. നീലഗിരിയിൽ ഒരുമിച്ച് കൂടിയ പെങ്ങള്, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ. പ്രവാചകം പറയുന്നു, പെണ്ണ്, നീ നിന്റെ ഭർത്താവിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു, ഒരു കിലോ അരിയും വാങ്ങിയിട്ട് വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് കടന്നു വന്നിട്ട്, പെണ്ണ്, എനിക്ക് ഭക്ഷണം വെച്ചതാ എന്ന് പറയുമ്പോ കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, വേദനിപ്പിക്കാതെ അത് വാങ്ങിയിട്ട് അടുക്കളയിലേക്ക് ചെന്നിട്ട് കഴുകി ശുദ്ധിയാക്കിയിട്ട് നിന്റെ ഭർത്താവിന് ചോറ് വെച്ചു കൊടുത്താ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ. നീ നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ. അതിലെ ഓരോ ചോറുണ്ടല്ലോ, അതിലെ ഓരോ അരിമണിയുണ്ടല്ലോ, അള്ളാഹു അതിന് പകരം നിനക്ക് നന്മ തരും പെണ്ണ്. ഒരു ചോറിന് പകരം അല്ലാഹു നിനക്കൊരു നന്മ തരികയാ, ഒരു പാപം അല്ലാഹു പുറത്തു തരികയാ. നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നവളാണല്ലോ, തീയുടെ ചുവട്ടിൽ കിടന്ന് ഉരുകുന്നവളാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നീ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുക്കളയിൽ തീയുടെ ചുവട്ടിൽ നിൽക്കുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ നിന്റെ ശരീരം വിയർക്കുവല്ലോ, നിന്റെ ശരീരം വിയർക്കുവല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണ്, ഒരു തുള്ളി വിയർപ്പ് താഴെ വീണോ നരകം നിനക്ക് ഹറാമാ ഉമ്മോ. പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ തീയിൽ നിന്നുള്ള മോചനമാണ് ഭർത്താവിന് അടുപ്പിന്റെ ചുവട്ടിൽ നിന്ന് ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്തോ അള്ളാഹു തരുന്ന പ്രതിഫലമതാ. ഗർഭിണികളുണ്ടല്ലോ, പ്രസവിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, ഹലാലായ മാർഗത്തിലൂടെ, ഹലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചാൽ, പ്രസവിക്കുന്ന സമയത്തൊരു പെണ്ണ് മരിച്ചുപോയാ, പ്രസവിക്കുന്ന സമയത്തൊരു പെണ്ണ് മരിച്ചുപോയാൽ അവൾക്ക് ഷഹീദിന്റെ കൂലിയാ. അല്ല, പ്രസവിച്ചാൽ മരണവേദനയുടെ വേദനയും നൊന്ന് നീ പ്രസവിച്ചാ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നീ പ്രസവിച്ച സമയത്ത് നിന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും അള്ളാഹു നിനക്ക് നന്മയെഴുതി പെണ്ണ്. നിന്റെ പാപം അള്ളാഹു പുറത്തു തന്നു പെങ്ങള്. പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട മക്കളൊന്ന് കരഞ്ഞാൽ എഴുന്നേറ്റ് പാല് കൊടുക്കുന്ന പെണ്ണ്. അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പാല് കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിനു വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, കയ്യും കണ്ണും തലയും ശരീരവും പടച്ചറപ്പിന്റെ ദീനിനു വേണ്ടി കൊടുത്ത ശുഹദാക്കളുണ്ടല്ലോ. 1000 ശുഹദാക്കളുടെ പ്രതിഫലം തന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഒരു പെണ്ണിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പെങ്ങളെ, ഭർത്താവിന്റെ തുണി കഴുകാൻ മടിയാണല്ലോ, ഭർത്താവിന്റെ വിയർപ്പ് കഴുകാൻ മടിയാണല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താല്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് പെണ്ണുങ്ങൾക്ക് വസ്ത്രം കഴുകാൻ വലിയ മടിയാ. ഭർത്താവിന്റെ വിയർപ്പ് കഴുകാൻ വേണമെങ്കിൽ വേലക്കാരിയെ നിർത്തണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുകൊടുത്ത് കഴുകണമെന്ന് പറയുന്ന പെണ്ണെ, നിനക്ക് നിന്റെ വില അറിയില്ല മോളെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം
നീ നിന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം നീ കഴുകി കൊടുത്താൽ 100 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത നന്മ അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? അവൾക്ക് പരാതി പറയാനല്ലേ അറിയത്തുള്ളൂ, പരാതി പറയാനല്ലേ അറിയൂ. നീ ചോറ് വെച്ചാ പ്രതിഫലം, നീ അടുക്കളയിൽ നിന്ന് വിയർത്താ പ്രതിഫലം, നീ പ്രസവിച്ചാ പ്രതിഫലം, നീ പാല് കൊടുത്താ പ്രതിഫലം, നീ നിന്റെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ നിനക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓരാ നബി മുഹമ്മദ്